Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കുറച്ച് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ്, അതായത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളോട് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു റൂപേ കാർഡ്, ഒരു റൂപേ ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സെക്യൂർഡ് FD ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ATM ഇൻഷുറൻസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മൂന്നും അത്യാവശ്യം നല്ല വെറൈറ്റി സംഭവങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും നോക്കുന്ന പ്രൊഡക്ട്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മുടെ പുതിയ ചാനൽ GJ പോലെ കാണാത്തവർ പോയി കണ്ടുനോക്കുക. നമ്മളതിൽ മൂവി ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ലിങ്ക് കളിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോയി ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ലോഞ്ച് ചെയ്തേക്കുന്ന നമ്മുടെ റൂപേ ക്രെഡിറ്റ് കാർഡിൻ്റെ പേരെന്ന് പറയുന്നത് AU സ്പോണ്ട് എന്നാണ്. AU സ്പോണ്ട് റൂപേ ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്ന കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്, വൺ കാർഡ് ലൈറ്റ് ഇതൊക്കെ ഇല്ലല്ലോ. അതുപോലത്തെ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നോമോ, അതായത് നോ മിസ്സിംഗ് എന്ന ഒരു ഫുൾ ഫോം കൊടുത്തേക്കുന്നത്. അത് വിസ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് കേട്ടോ. NPCIയും അതുപോലെ തന്നെ വിസയും കൂടി ടൈപ്പ് ചെയ്ത് കൊളാബറേഷൻ ചെയ്ത് ഇറക്കിയതാണ്. നോമോ എന്നാണ് പേര്. അപ്പോൾ AU ബാങ്ക് നോമോ സെക്യൂർ FD ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇറക്കിയത്. പിന്നെ എന്താണ് നമ്മുടെ അവർ ഒരു പുതിയ ബിസിനസ് യൂസേഴ്സിന് വേണ്ടിയിട്ട്, അതായത് കറണ്ട് അക്കൗണ്ട് യൂസേഴ്സിന് വേണ്ടിയിട്ട് AU 0101 ബിസിനസ് ആപ്പ് ലേറ്റസ്റ്റ് ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും AU ബാങ്കിൻ്റെ നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട്, നോർമൽ സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് AU 0101 എന്നാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതന്നെയായിരിക്കും. എൻ്റെ ഇതവിടെ കണ്ടുണ്ട്. ഞാനും അവരുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ലോഞ്ച് വേർഷൻ 2 അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബിസിനസ് യൂസേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ് നമ്മുടെ AU ബാങ്കിൻ്റെ ATM ഇൻഷുറൻസ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ AU ബാങ്കിൻ്റെ ATMൽ പോയിട്ട് നിങ്ങളുടെ AU ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് സുഖമായിട്ട് വാങ്ങിക്കാം. വാട്സപ്പിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ നമുക്ക് ഇൻഷുറൻസ് പേപ്പേഴ്സും സംഭവമൊക്കെ ഇൻസ്റ്റൻ്റ്ലി കിട്ടും. അപ്പോൾ അതും ഒരു ഇൻഡസ്ട്രി ഫസ്റ്റ് സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല പരിപാടി തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ അവരുടെ സെക്യൂർ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ റൂപേ ക്രെഡിറ്റ് കാർഡാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം മിക്ക ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ തൃശ്ശൂർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഏരിയയിൽ സർവീസുകളാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് റേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടണമെന്ന് വെച്ചാൽ പ്രീ അപ്രൂവലായിട്ട് വന്നിരിക്കുന്നത് കുറേ കാലമായി. പക്ഷേ പിൻകോഡ് ഇഷ്യൂ കാരണം നമുക്കത് പണി കിട്ടി. അപ്പോൾ പക്ഷേ എന്നാലും ആ പിൻകോഡിലുള്ള ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ അതൊരു നല്ല മൂവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്രാഞ്ചുകളും ഇപ്പോൾ ഫിൻകെയർ ബാങ്കുകളൊക്കെ, ഫിൻകെയറിൻ്റെ ബ്രാഞ്ചുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ AU ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഏരിയയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവരുടെ ATM സംഭവത്തിലൊക്കെ ഉപയോഗിച്ച് ഇതുപോലത്തെ ATM ഇൻഷുറൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാട്ടോ. പിന്നെ ഒരു വന്നേക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും. പിന്നെ പറയുന്നത് നമ്മുടെ AU സ്പോണ്ട് നമ്മുടെ റൂപേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും റൂപേ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് UPIയിൽ ലിങ്ക് ചെയ്യാം. UPI ഫീച്ചേഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മുടെ റൂം ഫ്രഷറാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമായിട്ട് സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർ. നമുക്ക് അതുപോലെ തന്നെ UPI ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1% ക്യാഷ് ബാക്ക് എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കോയിൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അവർ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നതാണ് നോമോ. അത് അവരുടെ ഫസ്റ്റ് സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാക്ക് ചെയ്തിട്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എത്ര ലിമിറ്റ് കിട്ടും അങ്ങനെ ഡീറ്റെയിൽസും സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും നമ്മളത് വരുമ്പോൾ എന്തായാലും പറയാം. എന്താ വെച്ചാൽ AU ബാങ്കിൻ്റെ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയായിരിക്കും. അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബെനിഫിറ്റ് തരേണ്ട ഒരു സെക്യൂർ ക്രെഡിറ്റ് കാർഡ് തന്നെ ആയിരിക്കാനാണ് ചാൻസ് AU ബാങ്കിൻ്റെ നോമോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതാണ് നമ്മുടെ 3 മെയിനായിട്ട് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് നമ്മുടെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ലോഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. എനിക്ക് ആകെയുള്ളൊരു എന്താ പറയുക ഡിസപ്പോയിൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രാഞ്ചുകൾ കുറച്ചും കൂടി കൂട്ടണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഫിൻകെയർ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഉള്ളത് എനിക്ക് തോന്നുന്നത് അത്ര അധികം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 7 സംതിങ് ആണ്, 7 ഡിസ്ട്രിക്റ്റിലെ സംതിങ് ആണ് കേരളത്തിലാണ് ഉള്ളത്. കറക്റ്റായിട്ടൊന്ന് ആർക്കാ കറക്റ്റ് അറിയാമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് തോന്നുന്നത് മെയിൻ ഏരിയാസിലൊക്കെ ഉണ്ട്. തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലം. പിന്നെ എനിക്ക് കറക്റ്റ് കോഴിക്കോടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല, ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാനുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ പിൻകോഡ് സർവീസബിൾ ഏരിയ കൂടുമല്ലോ. അതാണ് മെയിനായിട്ട് വേണ്ടത്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം AU ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട്.
അക്കൗണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കേണ്ട സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കോട്ടക്കിൻ്റെ ആയിരുന്നു, കോട്ടക്ക് 811. പക്ഷേ അതിപ്പോൾ ഇനി എടുക്കാൻ പറ്റില്ല, ബാനായി പോയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് യു ബാങ്കിൻ്റെ സ്മോൾ ഫിനാൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ അതും നമുക്കതിന് പക്ഷേ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുത്താലും നമുക്ക് ആ കാർഡ് സംഭവം ആക്ടിവേറ്റ് ആകാൻ പറ്റുള്ളൂ. അതിന് 125 രൂപ ചാർജ് ഉണ്ട്, ആനുവൽ മെയിൻ്റനൻസ് ചാർജ്. അപ്പോൾ പക്ഷേ എന്നാലും നല്ല ബെനിഫിറ്റൊക്കെ തരുന്ന സംഭവം തന്നെയാണ്, അത് എടുത്തു പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം. ബൈ.